വിടത്തില്ല. പ്രഭാത സൂര്യൻ്റെ പൊൽക്കിരണങ്ങൾ നമ്മളെ തട്ടി തലോടി തഴുകിക്കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറുള്ള നമ്മുടെ പ്രഭാത കർമ്മങ്ങളിലൊന്നായിട്ടുള്ള പല്ല് വൃത്തിയാക്കലാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഇന്ന് പറഞ്ഞിരിക്കാതെ പാർത്തമോൻ സ്കൂളിൽ പോകണ്ടായിരുന്നു. കാരണം അവർ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 75ാമത് വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസത്തെ പരിപാടിയുണ്ട്. നാടൻപാട്ടും നാടകവും ഗാനമേളയൊക്കെ ആയിട്ട് 3-4 ദിവസത്തെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാർത്ഥന് സ്കൂളിൽ പോകണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ സുന്ദരിമണിയെ നമ്മൾ വെളിയിൽ ഇറക്കാറ്. അവൾ കഥ ഒന്ന് തുറക്കാൻ കാത്തിരിക്കുക, അപ്പോൾ അവൾ വെളിയിൽ ചാടും. അവൾ അങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ അങ്ങോട്ടെല്ലാം പോകുന്നൊരു സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴേ അവൻ കൈയോടെ പിടികൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടേ. അപ്പം വെളിയിൽ ചാടും. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് അലക്കലും പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറേയേറെ തുണികളുണ്ടായിരുന്നു കഴുകാൻ. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ തുണി കഴുകാൻ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുണി കഴുകൽ 2 ദിവസത്തേക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ദിവസം ഇങ്ങനെ കൂട്ടി വെച്ചിരുന്ന തുണികൾ നമ്മൾ ഇന്ന് തന്നെ കഴുകിയിടുകയാണ്. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും അന്നുള്ള തുണികൾ അന്നന്ന് കഴുകി തീർക്കലാണ് എൻ്റെ ഒരു ജോലി. എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള ജോലിയാണ് തുണി കഴുകക്കും പാത്രം കഴുകക്കും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജോലി ഒരുപാട് തീർന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നുള്ള തുണികൾ അന്നന്ന് കഴുകും. എനിക്ക് തീരെ വയ്യാതെ അങ്ങനെ ഇരിക്കുകയോ കിടക്കുകയോ വല്ല ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ ഞാനങ്ങനെ തുണി കഴുകാൻ പറ്റാത്തത്. അപ്പം അങ്ങനെ 2-3 ദിവസത്തെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തുണികളെല്ലാം ഇങ്ങനെ കഴുകി അശയിലിങ്ങനെ നൂത്തൊക്കെ ഇട്ടു. അശയിലിങ്ങനെ നൂത്തൊക്കെ ഇട്ടു. പിന്നെ നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം. ഞാനിന്ന് കക്ക റോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, പച്ചമുളക് ഞാൻ മറന്നിട്ടില്ല. നേരത്തെ നമ്മൾ പച്ചമുളക് മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂരക്കറി വെക്കാൻ നേരം. ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ ഞാനത് ആ കുക്കറിനകത്ത് നമ്മുടെ കക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതങ്ങനെ വെന്തതാണ് ഞാനിവിടെ മാറ്റി വെച്ചത്. പിന്നെ നമുക്കിതാ നമ്മളെ ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴണ്ട് വരാനും വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിലാണ് റോസ്റ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അത് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ഒന്നിച്ചുള്ള പാലാട്ടോ. അപ്പം അതിങ്ങനെ മിക്സ് ആക്കിയിട്ട് നല്ല കുഴമ്പ് പരുവത്തിലായി വരും. വേറെ നമുക്ക് വെള്ളം വെക്കണ്ട, കാരണം കക്ക നന്നായിട്ട് നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വെള്ളം വെക്കണ്ട. അത് ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ചെറിയ തീയിലിങ്ങനെ വെന്ത് വഴണ്ട് വരുമ്പോൾ നമുക്കെടുക്കാം. നമ്മുടെ ഈ ബീഫൊക്കെ നമ്മൾ വഴട്ടിയല്ലല്ലോ അതിൻ്റെ പേര് മറന്നുപോയി, വരട്ടിയെടുക്കല്ലേ ബീഫൊക്കെ. ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ നമ്മൾ ആ കക്ക വേവിച്ചതിൻ്റെ വെള്ളം അതെടുത്ത് ഞാൻ രസം വെക്കും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ, പക്ഷേ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അതിൻ്റെ രസം വെക്കാമെന്ന് കരുതി അത് ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർക്കുക ഉള്ള രസമായതുകൊണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക് ചേർക്കുക. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതായത് പച്ചമണം മാറിക്കഴിയുമ്പോൾ, പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കക്കായുടെ വെള്ളം വേവിച്ച് വെച്ചത് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പുളിവെള്ളവും ഉപ്പും ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ സെറ്റായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും അണ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അണ്ണൻ എപ്പോഴും ഇങ്ങനെ ഫോണിനകത്ത് കോമഡിയൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തെ അത്താഴമാണ് ഈ ഉണ്ണുന്നത്. പാർത്തമ്മോനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിപ്പുണ്ട്, ടിവിയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. കാരണം ഇന്ന് ക്രിക്കറ്റ് കളിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ ക്രിക്കറ്റ് കളി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് മൊത്തം കണ്ടു തീരാതെ അവൻ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വന്നില്ല. അവൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ക്രിക്കറ്റ് കളി കാണുകയാണ് കേട്ടോ. തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞ് കളിയും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുക കള്ളിപ്പെണ്ണ്.
അച്ഛനും മോനും കൂടെ ഉള്ളൊരു സ്നേഹപ്രകടനമാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ബഹളങ്ങളൊക്കെ അച്ഛനും മോനും കൂടെ. അപ്പോൾ പിന്നെ പറഞ്ഞു വരാലതാ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് നാളെ രാവിലെ നമ്മളിങ്ങനെ വൃത്തിയാക്കി വെക്കാവുന്നുണ്ടെങ്കിലേ നമുക്ക് നാളെ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ പ്രത്യേകിച്ച് പാറ്റയും പല്ലിയൊന്നും വന്ന് കയറത്തില്ല, അത് വേറെ കാര്യം. പിന്നെ അതേപോലെ തന്നെ അടുക്കളയിലേക്ക് വന്ന് കയറുമ്പോൾ നമുക്ക് കയറാനും ഒരു ഉന്മേഷമുണ്ട്, ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനിങ്ങനെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത് പിന്നെ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. കാരണം ഇതെൻ്റെ വീഡിയോക്കകത്ത് ഞാൻ അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഈ വീഡിയോക്കകത്ത് ഇതൊന്ന് ഉൾപ്പെടുത്തിയേക്കാം. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കുഞ്ഞനുജത്തിമാരുണ്ടെങ്കിൽ, ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന കുഞ്ഞനുജത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു എന്താണ് ഒരു ഇതായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ എൻ്റെ അമ്മയും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു വീട്ടമ്മയായപ്പം ഞാനും അതേ കണക്ക് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതേ കണക്കെല്ലാം വൃത്തിയായിട്ടൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ അടുക്കളയിലേക്ക് വന്ന് കയറുമ്പോൾ നല്ല എന്താണ് പോസിറ്റീവായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്നെ ഇന്നത്തെ അടുക്കള എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ദിവസത്തെ പര്യവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ കേട്ടോ. ഇത് പാർത്തമ്മൻ്റെ ബെഡാണ്. ഇത് ഞങ്ങളുടെ റൂമിലെ കട്ടിലേക്ക് കൊണ്ടുവന്നിട്ടേക്കാണ്. അവൻ ഞങ്ങളുടെ കൂടെ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബെഡ് പിടിച്ച് താഴെ ഇട്ടു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.